ഇന്നാണെങ്കിൽ കുറച്ച് സന്തോഷമുള്ളൊരു ദിവസവും കുറച്ച് വലിയ സന്തോഷമില്ലാത്തൊരു ദിവസമാണ് കേട്ടോ. നാളെ നമ്മളെന്ന് പറയുമ്പോൾ ഞാനും പിള്ളേരും മാത്രം നാട്ടിലേക്ക് പോവാണ് കേട്ടോ. ഉമേഷില്ല. ഉമേഷിനാണെങ്കിൽ ഈ കൊല്ലം ആകെ 15 ലീവ് എങ്ങാണ്ടുള്ളൂ കേട്ടോ. നമുക്ക് ഇന്നാണ് ടിക്കറ്റ് കൺഫേം ആയത്. തക്കാലം എടുത്തിട്ടാണ് പോണത്. നാളെയാണ് ട്രെയിൻ കേട്ടോ. നമുക്ക് ഡയറക്റ്റ് ട്രെയിൻ ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ലാന്ന് വിചാരിക്കണം. പക്ഷെ എന്നാലും ഒരു പേടി, നമ്മൾ തന്നെ ഇങ്ങനെ പോകുമ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ തനിച്ചൊക്കെ പോണത് കേട്ടോ. അതിൻ്റെ ഒരു ടെൻഷനൊക്കെ എനിക്കുണ്ട്. ഇങ്ങനെ ഹാർട്ട് ഇങ്ങനെ പടപടാന്ന് ഇടിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നാളെ കൊണ്ടുപോകാൻ ഒരു കുറച്ച് കേക്ക് ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഉച്ചയ്ക്കുള്ള പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇന്നത്തെ നമ്മുടെ ലഞ്ചിന് പാവയ്ക്കുപ്പേരി വയ്ക്കുന്നുണ്ട്. കുറച്ച് പാവയ്ക്ക് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അത് കളയണ്ടല്ലോ എന്ന് വിചാരിച്ചു. ഉമേഷിന് നല്ല ഇഷ്ടമാണ് കേട്ടോ. പാവയ്ക്കുപ്പേരി വെച്ചു. പിന്നെ വഴുതനങ്ങയല്ല, പൊട്ടറ്റോ ഫ്രൈയും ചെയ്തു കേട്ടോ. പൊട്ടറ്റും കുറേ ഇരിക്കുന്നുണ്ടായിരുന്നു. വെറുതെ ഇനി കളയണ്ടല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ വൈകുന്നേരം ആയപ്പോൾ ഉമേഷിന് വേണ്ടിയിട്ട് മുളക് ബജി ഉണ്ടാക്കി കൊടുത്തു. ഉമേഷ് കുറേ ദിവസമായി മുളക് ബജി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മുളക് മേടിച്ച് വെക്കണു. ഇന്നാണ് ഉണ്ടാക്കാൻ പറ്റിയത്. പിന്നെ 2-3 മുട്ട അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു മുട്ട ബജിയും കൂടി ഉണ്ടാക്കാമെന്ന്. 3 മുട്ട ഉണ്ടായിരുന്നുള്ളൂ. അതിൽ നമുക്ക് 6 മുട്ട ബജി ഉണ്ടാക്കാമല്ലോ. പിന്നെ നമ്മൾ മുട്ട ബോയിൽ ചെയ്ത വെള്ളമില്ലേ, സാധാരണ നമ്മൾ കളയുക ചെയ്യാറ്. ഞാൻ അങ്ങനെ ചെയ്യാറ് കേട്ടോ. അപ്പോൾ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ കണ്ടു, ആ വെള്ളം ചൂടാറി കഴിഞ്ഞിട്ട് അത് ഒഴിച്ച് കഴിഞ്ഞാൽ ചെടികളൊക്കെ നന്നായിട്ട് ഇങ്ങനെ വളരുന്നു. എന്തായാലും ഞാനതൊന്ന് ഒഴിച്ച് നോക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താണെന്ന് എനിക്കറിയില്ല. പിന്നെ ഞാൻ വൈകുന്നേരം ആയപ്പോൾ നാളെ പോണത് കൊണ്ട് ചെടികളൊക്കെ ഇങ്ങനെ വാടി, അത് നല്ല വെയിലാണ് കേട്ടോ. ഇവിടെ ഒരു ദിവസം വെള്ളം ഒഴിച്ചില്ലെങ്കിൽ ചെടികളൊക്കെ ഇങ്ങനെ വാടി തളർന്നിങ്ങനെ നിൽക്കണ കാണാം. അപ്പോൾ ഞാൻ മീഷോന്നൊരു സംഭവം മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിങ്ങനെ ഇറ്റിട്ടിട്ട് ഇങ്ങനെ വീണുകൊണ്ടിരിക്കും. ഞാൻ കറിവേപ്പിലയിലൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ വൈകുന്നേരം ആയപ്പോഴേക്കും മാംഗോ സാഗോ ഒന്നുകൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കണ്ടൻസ്ഡ് മിൽക്ക് അവിടെ കുറച്ചിരിക്കുന്നുണ്ടായിരുന്നു. ഉമേഷിനും പിള്ളേർക്കൊക്കെ നല്ല ഇഷ്ടപ്പെട്ടു. എനിക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കിയിട്ട് ഒന്ന് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഉമേഷ് വരുമ്പോഴേ കഴിക്കുള്ളൂ. പിന്നെ ഞാൻ വിചാരിച്ചു നാളെ ട്രെയിനിൽ ഇനി കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു കേക്ക് ഉണ്ടാക്കാമെന്ന് കേട്ടോ. ഇത് ഹോട്ട് മിൽക്ക് കേക്കാട്ടോ ഉണ്ടാക്കുന്നത്. ഇത് ഞാൻ 2-3 വട്ടം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതൊക്കെ ഉണ്ടാക്കി. പിന്നെ നാളെ പോകാനുള്ള കുറച്ച് ചെറുതായിട്ടൊന്ന് പാക്ക് ചെയ്യാനുണ്ട്. അത്രേ ഉള്ളൂ. അപ്പോൾ ശരി, ടാറ്റ, ബൈ ബൈ.